സോ ഒരു സിനിമ നന്നാവാൻ വലിയ കോടിക്കണക്കിന് ബഡ്ജറ്റ് വേണ്ട, വലിയ വലിയ VFX വർക്ക് വേണ്ട, വലിയ വലിയ സ്റ്റാർ കാസ്റ്റ് വേണ്ട. ജസ്റ്റ് പ്യുവർ കണ്ടന്റും പ്യുവർ എക്സിക്യൂഷനും മതി. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഒരു മലയാളം സിനിമ എ വിഹിതം, അതായത് അവിഹിതം, നോട്ട് ജസ്റ്റ് എ മാൻസ് റൈറ്റ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ നോട്ട് ജസ്റ്റ് എ മാൻസ് റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ. അതിന് ഇവിടെ ആണുങ്ങൾ മാത്രമാണ് അവിഹിതം ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? പെണ്ണുങ്ങൾ ചെയ്യാറില്ലേ, സ്ത്രീകൾ ചെയ്യാറില്ലേ? ഇഫ് യു വാണ്ട് സം എക്സാമ്പിൾസ് യു കം ടു മീ, ഐ വിൽ ഗിവ്. ഞാൻ തരാം, ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ ലൈഫിൽ തന്നെ ഇഷ്ടം പോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സോ അവിഹിതമൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്തിട്ടാണ് ഈ ഇപ്പോഴുള്ള സിനിമയിലും അഥവാ സീരീസിലും എല്ലാ തേങ്ങയിലും കാണിക്കുന്നത്. സോ എന്തുകൊണ്ട് അവിഹിതം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതായത് എന്റെ ഫീലിങ്സ് അവർ മനസ്സിലാക്കിയില്ല, എന്റെ കെട്ടിയോൻ മനസ്സിലാക്കിയില്ല, എനിക്ക് അതുണ്ട്, എനിക്ക് ഇത് വേണം, എനിക്ക് മറ്റത് വേണം. ഈ അവിഹിതം കാണിക്കാൻ ഇവര് കാണിക്കുന്ന ധൈര്യം നേരെ ഭർത്താവിന്റെ മുഖത്ത് പോയിട്ട് എനിക്ക് നിന്നെ പറ്റില്ല, എനിക്ക് എന്റെ ഫീലിങ്സ് നീ മനസ്സിലാക്കുന്നില്ല, എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അത് പറയാൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? എന്നിട്ട് ഡൈവേഴ്സ് മേടിക്കുക, ആരൊപ്പം പോവുക, ആരൊപ്പം ജീവിക്കുക, എന്ത് വേണേ ചെയ്തൂടെ? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ രണ്ടും കൂടി വേണം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, രണ്ട് വെള്ളത്തിലും കൂടി കാലിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന്? അവിഹിതം കാണിക്കാൻ ധൈര്യമുണ്ട്, എന്നാൽ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ല. അത് പിടിച്ചു കഴിഞ്ഞു വെച്ചാൽ 100 കൂട്ടം എക്സ്പ്ലനേഷൻ, ആൻഡ് ദാറ്റ്സ് അട്ടർ ക്രാപ്പ്. സോ ഈ സിനിമ അടിപൊളി പടം, വെരി നൈസ്. ആക്ച്വലി ദിസ് മൂവി ഇസ് വെരി നൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഡയറക്ടർ ഹി ആണോ ഷീ ആണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അടിപൊളിയെ പണി വെച്ചിട്ടുണ്ട്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു സീൻ ഉണ്ട്, അതായത് ഒരു തെങ്ങും തോപ്പ്, ആ തെങ്ങും തോപ്പിൽ ഇരുന്ന് ഇവർ